കാലിക്കറ്റ് സർവകലാശാലയിലെ 4 വർഷ ബിരുദ കോഴ്സുകളുടെ സിലബസുകൾ പൂർത്തിയാകാത്തത് ആശങ്കാജനകമെന്ന് അധ്യാപകരുടെ സംഘടനയായ KPCTA. സിലബസിന്റെ കരട് പോലും ഇതുവരെ പ്രസിദ്ധീകരിക്കാനായില്ലെന്ന് അധ്യാപകർ പറയുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ 4 വർഷ ബിരുദത്തിന്റെ റെഗുലേഷൻ അടക്കമുള്ളവ അടുത്ത ജൂൺ 11 മാറ്റിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം സർവകലാശാല സെനറ്റ് യോഗം നടന്നെങ്കിലും തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നത് കാരണം 4 വർഷ ബിരുദത്തിന്റെ റെഗുലേഷനും PhD റെഗുലേഷനും അടക്കം അടിയന്തര പ്രാധാന്യമുള്ള ഒട്ടനവധി വിഷയങ്ങൾ അടുത്ത ജൂൺ 11 മാറ്റിയതായി വൈസ് ചാൻസലർ അറിയിച്ചിരുന്നു. ഇതോടെയാണ് 4 വർഷ ബിരുദ കോഴ്സിന്റെ നടത്തിപ്പ് ഈ വർഷം പ്രതിസന്ധിയിലാകുമെന്ന ആശങ്ക ഉയരുന്നത്. നിരവധി ഓട്ടോണോമസ് കോളേജുകൾ ജൂൺ 1 ഒന്നാം വർഷ ബിരുദം ആരംഭിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ സിലബസും റെഗുലേഷനും സെനറ്റിന്റെ അംഗീകാരം നേടേണ്ടതുണ്ട്. ആവശ്യമായ അധ്യാപകരും സ്ഥല സൗകര്യവുമടക്കം ഒരുക്കേണ്ടതുമുണ്ട്. എന്താണ് പഠിപ്പിക്കേണ്ടത്, ഏതൊക്കെ പുസ്തകങ്ങളാണ് റെഫർ ചെയ്യേണ്ടത്, എന്താണ് 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്നൊന്നും അറിയാതെ ആശങ്കയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടന്ന ഒരു സെനറ്റ് യോഗത്തിലും സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ ചോദ്യോത്തര വേളകളോ അതുപോലെ തന്നെ പ്രമേയങ്ങളുടെ അവതരണമോ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ചുരുങ്ങിയത് 4 തവണ കൂടേണ്ടിയിരുന്ന സർവകലാശാല സെനറ്റ് ഒരിക്കൽ മാത്രമാണ് കൂടിയത്. അതിൽ തന്നെ ചോദ്യങ്ങളും പ്രമേയങ്ങളും സെനറ്റ് അംഗങ്ങൾ നൽകിയിരുന്നെങ്കിലും ചർച്ചയ്ക്കെടുത്തില്ലെന്നും അധ്യാപകർ ആരോപിക്കുന്നു. ആവശ്യത്തിന് സെനറ്റ് യോഗങ്ങൾ നടത്താത്തതാണ് 4 വർഷ ബിരുദത്തെ അടക്കം പ്രതിസന്ധിയിലാക്കുന്നത് എന്നാണ് ആരോപണം. റിപ്പോർട്ടർ, കോഴിക്കോട്.